2.5 ലക്ഷം ഫലസ്തീനികളെ കാണുന്നില്ല എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ആ റിപ്പോർട്ടിൻ്റെ സ്ഥിരീകരണം നൽകിയത് ഇസ്രായേൽ പത്രം തന്നെയാണ്. അവർ പറയുന്നു ഈ ഖാൻ യൂനിസിൻ്റെ മേഖലയിൽ നിന്ന് 2.5 ലക്ഷത്തോളം ഫലസ്തീനികളെ സ്ഥലത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ എങ്ങോട്ടാണ് മാറ്റിയത് എന്നുള്ളതും അവരുടെ ജീവിത രീതിയും നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അവർ പറയുന്നില്ല. അവർ പറയുന്ന ഈ ഏരിയകളിൽ ഹമാസിൻ്റെ ആളുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭൂപ്രദേശം, അതായത് ഭൂമിയുടെ മേലുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഈ ബങ്കറുകളിൽ ഹമാസ് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് പിടികൂടാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അവർ വധിക്കാൻ വേണ്ടി സാധിക്കും എന്നതിനാൽ മാനുഷിക മേഖലകൾ സൃഷ്ടിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അത് കൂട്ട കുടിയിറക്കം എന്നും അതിൽ പരാമർശത്തിൽ പറയുന്നു. എന്നാൽ ഈ വിഷയം ഇപ്പോഴാണ്, കുറച്ച് ദിവസം മുമ്പാണ് ഈ സംഭവങ്ങൾ നടന്നത്, ഇപ്പോഴാണ് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയത്. അതോടുകൂടി അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ അന്വേഷണ സംവിധാനത്തെ അവർ നിർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. 2.5 ലക്ഷം ഫലസ്തീനികൾ ഒരേ സമയത്ത് ഒരു ദേശത്തു നിന്ന് അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ പരിഹരിക്കുക എന്നുള്ളത് നിങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനോട് പറഞ്ഞത്.